ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി മുറി നമ്മളൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കണം. കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള കറുപ്പ് കളറുള്ള ഭാഗം നീക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതും മാറ്റി വെക്കുക. ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ച് പിഴിഞ്ഞെടുക്കണം. അതിന് ശേഷം ഈ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് നമുക്ക് നമ്മുടെ കോൺഫ്ലോറിലേക്ക് ഒഴിച്ചിട്ട് അത് കട്ടയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങാപ്പാൽ ചൂടാകുമ്പോൾ പിരിഞ്ഞു പോകും. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതൊന്ന് നല്ലപോലെ കുറുകി വരുന്ന സമയത്താണ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അത്രയും നേരം നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ ഈ കുറുകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് തൂത്തതിന് ശേഷം ആ പാത്രം എടുത്ത് വെക്കുക. ചൂടോടെ തന്നെ നമുക്കിത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് പുറത്ത് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. 3 മണിക്കൂർ തന്നെ വെക്കുക. തണുപ്പിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുഡിങ് റെഡിയാണ്. പെട്ടെന്നൊക്കെ നമുക്കൊരു മധുരമൊക്കെ തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെടുത്ത് കഴിഞ്ഞ് ഞാനത് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 3-3.5 മണിക്കൂറോളം നല്ലപോലെ വെക്കണം. 3 മണിക്കൂർ ആവുന്നേക്ക് മുമ്പ് തന്നെ ഞാൻ എടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതേപോലത്തെ പുഡിങ്ങാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.